പ്രൈസ് ദി ലോർഡ്. യോശുവയുടെ പുസ്തകം 16-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ. യോസേഫിൻ്റെ മക്കൾക്കു കിട്ടിയ അവകാശം. എരിഹോവിൻ്റെ സമീപത്ത് യോർദാൻ തുടങ്ങി കിഴക്ക് എരിഹോ വെള്ളത്തിങ്കൽ സമഭൂമിയിൽ തന്നെ തുടങ്ങി എരിഹോവിൽ നിന്ന് മലനാട് വഴിയായി ബേഥേലിലേക്കു കയറി ബേഥേലിൽ നിന്ന് ലൂസിന് ചെന്ന് അർക്യരുടെ അതിരായ അതാരോത്തിന് കടന്ന് പടിഞ്ഞാറോട്ട് യഫ്ലേത്യരുടെ അതിരിലേക്ക് താഴത്തെ ബേത് ഹോരോൻ്റെ അതിർവരെ ഗേസർ വരെ തന്നെ ഇറങ്ങിച്ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. അങ്ങനെ യോസേഫിൻ്റെ പുത്രന്മാരായ മനശ്ശെക്കും എഫ്രൈമിനും അവകാശം ലഭിച്ചു. എഫ്രൈമിൻ്റെ മക്കൾക്ക് കുടുംബം കുടുംബമായി കിട്ടിയ ദേശം ഏതെന്നാൽ, കിഴക്ക് അവരുടെ അവകാശത്തിൻ്റെ അതിർ മേലത്തെ ബേത് ഹോരോൻ വരെ അദാരോത്ത് അദ്ദാറായിരുന്നു. ആ അതിർ മിക്പത്താമിൻ്റെ വടക്കുകൂടി പടിഞ്ഞാറോട്ട് ചെന്ന് താനത്ത് ശീലോ വരെ കിഴക്കോട്ട് തിരിഞ്ഞ് അതിനരികത്തുകൂടി യോനാഹായുടെ കിഴക്ക് കടന്ന് യോനാഹായിൽ നിന്ന് അദാരോത്തിനും നാരാത്തിനും ഇറങ്ങി എരിഹോവിലെത്തി യോർദാങ്കിൽ അവസാനിക്കുന്നു. തപ്പൂഹായിൽ നിന്ന് ആ അതിർ പടിഞ്ഞാറോട്ട് കാനാ തോട് വരെ ചെന്ന് സമുദ്രത്തിങ്കൽ അവസാനിക്കുന്നു. എഫ്രൈം ഗോത്രത്തിന് കുടുംബം കുടുംബമായി കിട്ടിയ ഈ അവകാശം കൂടാതെ മനശ്ശെ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിൽ എഫ്രൈം മക്കൾക്ക് വേർതിരിച്ചു കൊടുത്ത പട്ടണങ്ങളൊക്കെയും അവയുടെ ഗ്രാമങ്ങളും കൂടെ ഉണ്ടായിരുന്നു. എന്നാൽ അവർ ഗേസറിൽ പാർത്തിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഇന്നുവരെ എഫ്രൈമ്യരുടെ ഇടയിൽ ഊഴിയവേല ചെയ്തു പാർത്തു വരുന്നു. പ്രൈസ് ദി ലോർഡ്. വായിച്ച തിരുവചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.